മാത്രം പോരാ, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ അതിനുകൂടി ഉതകുന്ന ചർച്ചകൾ ചേതനയുടെ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷന്റെ ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ, തൊഴിലിടങ്ങളിലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തിക്കുക. അതോടൊപ്പം ഇവിടെ JP പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാജൻ കരുണാകരൻ. അത് കേട്ടപ്പോൾ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ലോകതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടന അബുദാബിയിലെ ഒരു മലയാളി മനുഷ്യന്റെ, ഗംഗാധരൻ എന്ന് പറയുന്ന പ്രായം ചെന്ന വാർദ്ധക്യത്തോടടുത്ത ഒരു മനുഷ്യന്റെ ജീവകാരുണ്യപരമായ ഒരു പ്രശ്നം, അദ്ദേഹത്തിന്റെ ജീവന്റെ പ്രശ്നമാണ് ഏറ്റെടുത്തുകൊണ്ട് സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് മനുഷ്യരെന്നുള്ള തരത്തിൽ ലജ്ജ തോന്നുന്ന, ചിലപ്പോൾ ആണുങ്ങളായിപ്പോയല്ലോ എന്നുള്ളതിന്റെ പേരിൽ ലജ്ജിക്കേണ്ട ക്രൂരതകൾ, ഹീനതകൾ സ്ത്രീകൾക്ക് നേരെ, കുഞ്ഞുങ്ങൾക്ക് നേരെയൊക്കെ നടക്കുന്നു ഇല്ലേ? നമ്മൾ പലരും വായിക്കുന്നു. പക്ഷെ ചില സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്രശ്നങ്ങളും ബുദ്ധി വരുന്നുണ്ട്. അത്തരമൊരു പ്രശ്നമാണ് ഇന്ന് പ്രശസ്തയായ ഒരു പത്രപ്രവർത്തകർ, സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ പത്രപ്രവർത്തകയാണ് എന്നോട് ഫോണിൽ പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, സമയമെടുക്കാൻ ഞാൻ ചുരുക്കി പറയാം. അബുദാബിയിലെ സമ്പന്നന്മാരുടെ മക്കളെല്ലാം അയച്ചു പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ, അവിടെ മിഷനിയിലൊക്കെ എന്തോ കാര്യങ്ങൾ നോക്കുന്ന വളരെ പ്രായം ചെന്ന ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസും അവിടുത്തെ അധ്യാപകരും ഒക്കെ വളരെ മര്യാദക്കാരനായി മാത്രം പെരുമാറിയിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഗംഗാധരൻ എന്ന് പറയുന്ന ഒരാൾ. അയാൾ 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന ആരോപണം ഉണ്ടായി. അത് ആ നാട്ടുകാരുടെ ഒരു കുടുംബത്തിലെ കുഞ്ഞിനെ. എന്നിട്ട് ഈ ഗംഗാധരനെ മരണശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. അപ്പൊ ഗംഗാധരൻ പറയുന്നു, അങ്ങനെയുള്ള ഒരു ദോഷമായ ആരോടെങ്കിലും പെരുമാറിയെന്നുള്ളൊരു ചരിത്രമേ ഇല്ല. ഇത് അപ്പൊ ഞാൻ ചോദിച്ചു, ഫോണിൽ കൂടെ ചോദിച്ചു, ഇതിനകത്ത് എന്തെങ്കിലും ഫോറൻസിക് തെളിവുകൾ, ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളതിനുള്ള ഫോറൻസിക് തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അങ്ങനെയാവുന്നില്ല. അവിടുത്തെ ഒരു പ്രത്യേകതരം നീതിന്യായ സംവിധാനമാണ് അബുദാബിയിലല്ല. അപ്പം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ചില സംഘടനകൾ അറിഞ്ഞ് ഈ വിഷയം ഏറ്റെടുത്തതിനെ തുടർന്ന് രണ്ടാമതൊരു വിചാരണ വീണ്ടും അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിചാരണയുടെ ഘട്ടത്തിൽ ആ സ്കൂളിലെ 4 അധ്യാപകർ, 2 ബ്രിട്ടീഷുകാരൊക്കെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, വളരെ പോഷ് സ്കൂളാണ്. 2 ബ്രിട്ടീഷുകാരായ സ്ത്രീകൾ പറഞ്ഞു, ഈ ഗംഗാധരൻ എന്ന് പറയുന്ന ആള് ഇങ്ങനെ ഒരു കുറ്റം ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുന്നേയില്ല, കാരണം അയാളുടെ സ്വഭാവത്തിന്റെ വിവരങ്ങളല്ല ഇവര് പറഞ്ഞു. അവിടുത്തെ ഹെഡ് മിസ്ട്രസ് പറയുന്നു, ഇങ്ങനൊരു കുറ്റം അവിടെ നടന്നതായിട്ട് തോന്നുന്ന ഒരു അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ എല്ലാം തെളിവുകൾ ഉണ്ടെങ്കിലും ഈ ഗംഗാധരനെ കുറ്റവാളിയായിട്ട് വീണ്ടും ശിക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. എന്തുകൊണ്ട്? അബുദാബിയിൽ നിലനിൽക്കുന്ന ദുർബലമായ നീതിന്യായ സംവിധാനത്തിന്റെ ഫലമായി. അവിടെ സ്വതന്ത്രമായ പത്രപ്രവർത്തനമില്ല, ഈ കാര്യങ്ങളൊന്നും പുറത്തു കൊണ്ടുവരാനുള്ള സാഹചര്യം. ഗംഗാധരന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആണെന്ന് സങ്കല്പിച്ചു. യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് ഇങ്ങനെ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഇത്ര ദയനീയമായ ഒരവസ്ഥയാണ്. ഇങ്ങനെ നാം ജീവിക്കുന്ന, ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു. നമ്മളൊന്നുമില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്, ഇതൊക്കെ പറയാൻ ദൈവം പോലൊരാളുണ്ടായിരുന്നേ കൊള്ളാമായിരുന്നില്ലേ എന്നൊക്കെ ചിലപ്പോൾ ഞാൻ ചിന്തിച്ചു പോകാം. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ട് വന്നു.
ദൈവവിശ്വാസികളെ വേദനിപ്പിക്കുകയാണെങ്കിൽ അപ്പൊ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള അനീതികൾ ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന പോലുള്ള സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അത്യന്തം ഹീനമായ കുറ്റങ്ങൾ. ഇങ്ങനെ ഒരു ലോകത്തിലാണ് മാനുഷികമായ സംസ്കാരസമ്പന്നമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നു. ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ട് കാര്യങ്ങളെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന 95-96 വയസ്സിൽ മരിച്ച വലിയൊരു ചരിത്രകാരനും പണ്ഡിതനും, അദ്ദേഹത്തിന്റെ പേര് എറിക് ഹോഫ്സ്ബാക്ക്. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം. എറിക് ഹോഫ്സ്ബാക്കിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണം, എറിക് ഹോഫ്സ്ബാക്ക് പറഞ്ഞു, ലോകം തനിയെ നന്നാവില്ല. അടിവരേണ്ട ഒരു കാര്യം, ലോകം തനിയെ നന്നാവില്ല. അപ്പൊ ലോകത്ത് മനുഷ്യ സമൂഹങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന കുറവുകളും പോരായ്മകളും തിരുത്തണമെങ്കിൽ ലോകത്തെ നന്നാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ലോകത്തെ നന്നാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായി നമ്മളെ ഓരോരുത്തരെയും നന്നാക്കാനും നമ്മൾ പരിശ്രമിക്കും. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് പറയുമ്പം ചിലർ പറയും ഓരോരുത്തരും അങ്ങ് നന്നായി കഴിഞ്ഞാൽ ലോകം നന്നായിക്കൊള്ളു. പക്ഷെ ഓരോരുത്തരും ജീവിക്കുന്ന ഒരു പ്രത്യേക സമൂഹത്തിലാണ്. ആ സമൂഹത്തിന്റെ സമ്മർദ്ദം നമ്മളെ ചിലപ്പോൾ തെറ്റിവീഴ്ച. അപ്പൊ സമൂഹവും നന്നാകേണ്ടതുണ്ട്, വ്യക്തികളും നന്നാകേണ്ടതുണ്ട്. സമൂഹം നന്നായി കഴിഞ്ഞാൽ വ്യക്തികൾ നന്നായിക്കോളും എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ഞാൻ നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു പ്രസ്താവന കൂടിയാണ്. ഞാൻ വ്യക്തിപരമായി നന്നാകാം, സമൂഹത്തെ നന്നാക്കുന്നതിന് ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിക്കൊള്ളാം, നിങ്ങളുടെ എല്ലാം കാര്യം നിങ്ങൾ നോക്കണം എന്ന ഒരുതരം സ്വാർത്ഥതയാണ് അവിടെ ആവിഷ്കരിക്കുന്നത്. ഇത് രണ്ടുമല്ല, ലോകത്തെ നന്നാക്കാനും നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ലോകത്തെ നന്നാക്കാൻ ഇടപെടാനുള്ള ധാർമ്മിക അവകാശം നേടാൻ വേണ്ടി ലോകത്തെ നന്നാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം നമ്മൾ സ്വയം നന്നാകാനും തയ്യാറാകേണ്ടത്. ഇത് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യാത്മകമായ ബന്ധമാണ് ഏറ്റവും ശാസ്ത്രീയമായ സ്ഥിതി. രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം,